നിരന്തരം റീൽസിൽ വന്നിട്ട് എല്ലാവരും പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്ന വിഷ്ണു അഞ്ജു ആണ് എന്നോടൊപ്പം. നമസ്കാരം. നമസ്കാരം ബ്രോ, എന്നെ മനസ്സിലായ? ശരി അഞ്ജു, നിങ്ങൾ അറിയത്തില്ലാത്തവര് കേരളത്തിൽ കുറവാ. ദേശീയ പുരസ്കാരം വല്ല കിട്ടിയിട്ടുണ്ടോ? നീ സിനിമ ആണോ? അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ആണോ? പിന്നെ നിന്നെ അറിയാൻ എനിക്ക് അറിയത്തില്ല. ആരാ നീ? കേരളത്തിലല്ല, ഞങ്ങൾ ഹൈദരാബാദ് പോയി, ബാംഗ്ലൂര് പോയി, എല്ലാം അവിടെയും പോകുമ്പോഴും എല്ലാരും വന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം സത്യമായിട്ടും ഉള്ളതൊന്നും അല്ലെന്നേ. അഞ്ജുവിനെ കാണുമ്പോ എല്ലാവരും പറഞ്ഞ ഹാൻഡ്സ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. നീ എന്ത് വെച്ചിട്ടാ? സ്റ്റാമ്പ് അറിയാം, അല്ല വേറൊന്നും അറിയില്ല സാറേ. അഞ്ജുവിന് അത്യാവശ്യം വീട്ടില് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള വീടായിരുന്നു. അതെ, എന്റെ വീട്ടിൽ AC വരെ ഉണ്ട്. AC വരെ ഉണ്ട്. എന്തൊക്കെയാണ് വിളിച്ചിരുന്ന് പറയുന്ന? ഇത്രയൊക്കെ ആണെങ്കിലും വിഷ്ണുവിനും അഞ്ജുവിന്റെ ഒരു കഥ എന്ന് പറഞ്ഞാല്, വിഷ്ണു പാലക്കാടല്ല, തൃശ്ശൂർ പാലക്കാട് പോകുന്നതാണ്. അഞ്ജു എറണാകുളംകാരിയാ. 8 വർഷം പ്രണയിച്ചു എന്നാ പറയുന്നത്. അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാ. അതെ. അപ്പൊ ഇപ്പൊ ഏകദേശം അവർക്ക് 21-22 വയസ്സേ ഉള്ളൂ. എനിക്ക് 25, അവൾക്ക് 19. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ആകെ 1 വർഷം ആയിട്ടുള്ളൂ. ഞാൻ കഥ പറയാൻ വന്ന ഞാനാരാ? 19 വയസ്സുള്ള കൊച്ചിനെ 8 വർഷം മുന്നേ പ്രേമിച്ചു. ഈ 12 വയസ്സുള്ള കൊച്ചിനെയാണോ മുതലാളി 13 വർഷമായിട്ട് പ്രേമിക്കുന്നത്? കാര്യമായിട്ട് 11ാമത്തെ വയസ്സ്. 11 12 വയസ്സ് കഴിയുമ്പോ നേരെ പോയി കണ്ട്. നിനക്ക് എത്ര വയസ്സായി? 18 വയസ്സ് ഒരു ദിവസമായി. എനിക്ക് 20 വയസ്സ് ഒരു ദിവസമായി. നമുക്ക് പക്വതയായി. ഡിസിഷൻ മേക്കിംഗ് ടൈം ആയി അല്ലേ ചേട്ടാ? കണ്ടല്ലേ ഫേസ്ബുക്ക് വഴി അങ്ങനെ പരിചയപ്പെട്ടു. 12 വയസ്സിൽ ഫേസ്ബുക്ക് ഉണ്ടോ? അവളുടെ അമ്മേന്റെ ഫേസ്ബുക്ക്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? കൊച്ചു പ്രായത്തില് അഞ്ജു ഇത്രയും നാളത് ഡീപ്പായിട്ട് കൊണ്ടുപോയത് ആദ്യമായിട്ട് ഇഷ്ടമാന്ന് പറഞ്ഞ ആളായതുകൊണ്ടാണോ, അതോ വിഷ്ണുവിനെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണോ? എടാ, എങ്ങനെയാടാ എന്നോട് ഇത്ര ഇഷ്ടം തോന്നാൻ കാരണം എന്താ? അതെന്താന്ന് അറിഞ്ഞൂടെ, ഇങ്ങനെയൊക്കെ കാണിച്ചപ്പോ എനിക്ക് അതൊരു സീരിയസ് ആണെന്ന് തോന്നി. പെട്ടെന്ന് ഒരു കേറൊക്കെ കിട്ടിയപ്പോ മതിയെന്ന് തോന്നി. സുരേഷ് ചേട്ടൻ ഭയങ്കര കെയറിംഗ് ആണ്. അതാണ് സുരേഷ് ചേട്ടന്റെ ലൈഫ്. സ്ലോ സ്റ്റഡി വിൻസ് ദ റേസ്. അതാണ് എന്റെ ലൈഫ്. എന്താ അമ്മ എതിർപ്പായിട്ട് പറഞ്ഞ എന്തായിരുന്നു? അമ്മ പറഞ്ഞു അവനെ ഫ്രണ്ടായിട്ട് വേണമെങ്കിൽ നോക്കിക്കോ, കെട്ടിത്തരാനൊന്നും പറ്റത്തില്ല. അയ്യന്റെ മോനെ, അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അമ്മ ഒരു ബിസിനസ് ഉള്ള ഒരാളെ കൊണ്ടേ കെട്ടിക്കത്തോളം എന്നൊക്കെ പറഞ്ഞു. കോപ്പ് കഞ്ഞു കുടിക്കാൻ വകയില്ലെങ്കിലും ബാധ്യത്തിനൊന്നും ഒരു കുറവില്ല. വീഡിയോയില് ഒരുപാട് പേര് നെഗറ്റീവ് കമന്റ്സ് പറയുന്നുണ്ട്. ഇപ്പം നെഗറ്റീവ് കമന്റ്സിനെ അഞ്ജു എങ്ങനെയാ നോക്കി കാണുന്നത്? ഞാൻ നോക്കാറേ ഇല്ല കമന്റ്. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. ഇപ്പൊ അമ്മയ്ക്കൊക്കെ എങ്ങനെയാണ്? വീട്ടിൽ ഓക്കെ ആണോ? വീട്ടിലൊക്കെ അല്ലേ? ഈ വീഡിയോ പറഞ്ഞ അമ്മയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് എന്നെ ചീത്ത പറയുക. ഒരു പെൺകുട്ടി വേണമെന്ന് ആശിച്ചാശിച്ചുണ്ടായത് ഒരു വാഴയായി പോലും എന്റെ ദൈവമേ. തൽക്കാലം ഇത്രയും മതി.